കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമാക്കാനണയുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. എന്നാത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ. എൻ്റെ അകതാരിലേറും മുറിപ്പാടുകൾ മൃദുസ്നേഹത്താൽ സുഖമാക്കാനണയുന്നവൻ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ. എന്നെ അലിവോടെ കാക്കുമെന്നീശോ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ. എന്നെ അലിവോടെ കാക്കുമെന്നീശോ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമാക്കാനണയുന്നവൻ.
എൻ വഴിത്താരയിൽ വിങ്ങും പൊരിവേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ, എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാനണയുന്നവൻ, അവൻ മമ നായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെന്നീശോ. അവൻ മമ നായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെന്നീശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ, ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ, മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴി നീരുമാക്കാനണയുന്നവൻ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, യോഹന്നാൻ 5:30 എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ വചനമാണ് ഇത്. ഈശോ ഈ ലോകത്തിലേക്ക് വന്ന സമയത്ത് ഈശോ ഒരിക്കലും തൻ്റെ ഇഷ്ടമല്ല ഈ ലോകത്തിൽ പ്രവർത്തിച്ചത്, ഈ ലോകത്തിൻ്റെ ഇഷ്ടമല്ല ഈശോ ഈ ലോകത്തിൽ പ്രവർത്തിച്ചത്. ഈശോ തൻ്റെ ഇഷ്ടമാണ് ഈശോ പ്രവർത്തിച്ചതെങ്കിൽ ഈശോയ്ക്കൊരിക്കലും കുരിശുമരണം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈശോ ലോകത്തിൻ്റെ ഇഷ്ടമാണ് അന്വേഷിച്ചു പോയതെങ്കിൽ സ്ലീഹന്മാർ പറഞ്ഞ സമയത്തും ജനങ്ങൾ പറഞ്ഞ സമയത്തും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അടയാളങ്ങൾ പ്രവർത്തിച്ച് അവരുടെ ഇഷ്ടത്തിനൊത്ത് ഈശോയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ ഈശോ ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതായിരുന്നു. യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. സ്നേഹമുള്ളവരെ, ഇതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അപ്രകാരം ഈ ലോകത്തിലുള്ള മനുഷ്യൻ ആരും നശിച്ചു പോകാതെ, പാപം ചെയ്ത് മനുഷ്യൻ നശിച്ചു പോകാതെ അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട്, നിത്യജീവൻ കൊടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഈശോ മിശിഹായെ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുകയാണ്. ലോകത്തിൽ ഒരൊറ്റ മനുഷ്യൻ പോലും പാപം ചെയ്ത് നശിച്ചു പോകുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവം, മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായിട്ട് അവരുടെ ജീവിതത്തിൽ നാശം സംഭവിക്കാതിരിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം. പുത്രനാകട്ടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ സ്വയം ബലിയായിക്കൊണ്ട് മനുഷ്യകുലത്തിന് ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കുകയാണ്. അപ്രകാരം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പുത്രനായ ഈശോ മിശിഹ ഈ ലോകത്തിൽ ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനാണോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം കിട്ടണം, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കെല്ലാം ലഭിക്കണം, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉരുളക്കുപ്പേരി പോലെ എൻ്റെ ജീവിതത്തിലേക്ക് മറുപടി ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ നീങ്ങുന്നതെങ്കിൽ
എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് എൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈശോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഈശോ ഈ ലോകത്തിലേക്ക് വന്നിട്ടും നമുക്ക് കാണിച്ചു തന്നതും നമ്മളോട് പറഞ്ഞതും പരസ്പരം സ്നേഹിക്കാനായിട്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ 33 വയസ്സും മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം മുഴുവൻ സ്നേഹമെന്ന ഒരു കൊച്ചു വാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഒതുക്കാവുന്നതാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ ഈശോ കാണിച്ചു തന്നതും പറഞ്ഞതും സ്നേഹമെന്ന ഒരൊറ്റ വാക്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ഒതുക്കാനായിട്ട് പറ്റും. ആധുനിക ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ പരസ്പര സ്നേഹമാണ്. കുടുംബത്തിലാണെങ്കിൽ, സമൂഹത്തിലാണെങ്കിൽ, അവരായിരിക്കുന്ന മേഖലകളിലാണെങ്കിൽ പരസ്പരം സ്നേഹമെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ, അയൽപ്പക്കക്കാർ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ. അങ്ങനെ സ്നേഹം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ സമയത്ത് ഈശോയുടെ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രകാശമായിട്ട് ഭവിക്കാനായിട്ട് ഇടയായിട്ട് മാറണം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറണം. ആരും സ്നേഹിക്കാനായിട്ടില്ല എന്ന തോന്നലിൽ ജീവിതം മടുത്തവർക്കാണ് ഈശോ രക്ഷകനായിട്ട് അവതരിച്ചതും സ്വന്തം ജീവൻ ബലിയായിട്ട് ഈ ഭൂമിയിൽ സമർപ്പിച്ചതും. ആരോരുമില്ലാത്തവർക്ക് ആലംബമായിട്ട് ഈശോ കടന്നു വരികയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച ഒരു ചരിത്ര പുരുഷനല്ല ഈശോ. ഇന്നും നിലനിൽക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഏത് ഏടുകളിലേക്കും ഇറങ്ങി വരാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മനസ്സ് മടുത്തവർക്ക് സ്വാന്തനമായിട്ട്, അനുഗ്രഹമായിട്ട്, ആശ്വാസമായിട്ട് ഈശോ ഇന്നും കടന്നു വരുന്നു. ഈ അടുത്ത നാളുകളിൽ ഞാൻ അറിഞ്ഞ 2 വ്യക്തികളെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 വ്യക്തികളും, ഒരാൾ ജീവിതം മടുത്ത വ്യക്തിയും രണ്ടാമത്തെയാൾ ജീവിതം വെറുത്ത വ്യക്തിയുമാണ്. പക്ഷേ ജീവിതം മടുത്ത വ്യക്തിക്കും ജീവിതം വെറുത്ത വ്യക്തിക്കും ഈശോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം, അവർക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം അവർക്ക് അനുഭവിക്കാൻ പറ്റിയത് അവരുടെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഈ 2 വ്യക്തികളും ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന മഹത് വ്യക്തികളാണ്. അവർ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ പ്രഗത്ഭരായിട്ട് ഇന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഒന്നാമത്തെ ആള് ആനന്ദ് എസ് പിള്ള എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഒരുപക്ഷെ യൂട്യൂബിലും ഗൂഗിളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം നമുക്ക് കേൾക്കാനായിട്ടും കാണാനായിട്ടും പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു സംഭവം 1970 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തകർച്ചകളുടെ ആരംഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവ് ആത്മഹത്യ ചെയ്യുകയാണ്. സ്വന്തം കുടുംബത്തിൽ തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി വിഷം കഴിച്ച് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിക്കുന്നു. ഏറ്റവും ഇളയ സഹോദരി ബോൺ ക്യാൻസർ പിടിപെട്ട് മരിക്കുന്നു. അങ്ങനെ കുടുംബത്തിൽ 2 വർഷങ്ങളുടെ ഇടവേളകൾക്കനുസരിച്ച് എന്നും മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഹൈന്ദവ വിശ്വാസിയായ ഇദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ്, എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരം തകർച്ചകൾ വരുന്നത്, ഇപ്രകാരം വേദനകൾ വരുന്നത്, ഇപ്രകാരം കുറവുകളും പോരായ്മകളും ഉണ്ടാകുന്നത് എന്താണെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ അമ്പലങ്ങളിലും കയറിയിറങ്ങുകയാണ്.
ഏതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ അത്രമാത്രം ദൈവങ്ങളോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഏതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങാവോ അത്രമാത്രം തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ കയറിയിറങ്ങി. അവസാനം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത്, ഇങ്ങനെ പ്രാർത്ഥിച്ച് മടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി ബോൺ ക്യാൻസർ പിടിപെട്ട് മരിക്കാനായിട്ട് ഇടയായിട്ട് മാറുന്നത്. ഈ മകള് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അപ്പാടെ തകരുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു, ഈ ലോകത്തിൽ എന്തിനാ ഇനി ജീവിക്കുന്നത്? ഒരു കുടുംബം മുഴുവൻ തകരുന്നത് കണ്ടുകൊണ്ട് അത് ആസ്വദിക്കാനായിട്ടാണോ എന്നെ ദൈവം ഈ ഭൂമിയിൽ നടത്തിയത്? അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല. എൻ്റെ ഇളയ പെങ്ങൾ മരിച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ 3-ാമത്തെ മാസത്തിലുള്ള അവളുടെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിച്ചതിന് ശേഷം ഞാനും ഈ ഭൂമിയിൽ മരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനവും എടുത്തുകൊണ്ട് അദ്ദേഹം മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഈ 3 മാസങ്ങൾ കഴിഞ്ഞു. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം സ്വയം മനസ്സിലൊന്ന് ആലോചിച്ചു, എങ്ങനെയാണ് ഞാൻ മരിക്കേണ്ടത്? അദ്ദേഹം ഓർത്തു, എൻ്റെ പിതാവ് മരിച്ചതുപോലെ തൂങ്ങി മരിക്കണമോ? എൻ്റെ മൂത്ത പെങ്ങൾ മരിച്ചതുപോലെ വിഷം കഴിച്ചു മരിക്കണമോ? എൻ്റെ ആൻറ്റി മരിച്ചതുപോലെ തീ കൊളുത്തി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിക്കണമോ? പിതാവ് മരിച്ചതുപോലെ തന്നെ മരിക്കാനായിട്ട് ഇദ്ദേഹവും ആഗ്രഹിക്കുകയാണ്. പിതാവ് കുരുക്കിട്ടടത്ത് തന്നെ ഇദ്ദേഹത്തിനും വേണ്ടിയിട്ട് ഒരു കുരുക്കിടുകയാണ്. അങ്ങനെ കഴുത്തെടുത്ത് കുരുക്കിലിട്ടിട്ട് മരിക്കാനായിട്ട് ചാടാൻ തുടങ്ങുന്ന സമയത്ത് ടെറസിൻ്റെ മുകളിലുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് പതിക്കുകയാണ്. ആ പുസ്തകത്തിൽ നിന്ന് എന്തോ ഒരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അദ്ദേഹം ഒന്ന് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. ഏതോ ഒരു മിഷണറിമാർ ഈ സ്കൂളിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് വായിക്കാനായിട്ട് കൊടുത്തതാണ് പുതിയ നിയമമായിട്ടുള്ള ഒരു ബൈബിള്. അദ്ദേഹം ഈ ബൈബിള് ഒരു ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയതുകൊണ്ടും ഇതിൻ്റെ പുറം ചട്ടയിൽ ഗോൾഡൻ കളറിൽ എഴുതിയത് കൊണ്ടും ഇത് കളയാതെ ടെറസിൻ്റെ മുകളിൽ വെച്ചതാ. സ്നേഹമുള്ളവരെ ഒന്ന് ഓർക്കണം, അദ്ദേഹം ടെറസിൻ്റെ മുകളിൽ കയറി അല്ലെങ്കിൽ തൂങ്ങി മരിക്കാനായിട്ട് കഴുത്തിൽ കുരുക്കിട്ട സമയത്താണ് പണ്ടെങ്ങാണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു ബൈബിള് കാണാനായിട്ട് ഇടയായിട്ട് മാറിയത്. അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ ഈ പുസ്തകം വായിക്കേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും ഒരു തീരുമാനം ഒരു ആശയം ഉള്ളിലേക്ക് വന്നു. അതായത് ഈ വചനം ഈ ബൈബിൾ ഒന്നെടുത്ത് വായിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഒരു വാല്യൂ ഉള്ള ഒരു സത്യം എനിക്ക് അനുഭവിച്ചിട്ട് മരിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു മൂല്യമുള്ള ഈ സത്യം എനിക്ക് നഷ്ടമാകുമെന്ന് അദ്ദേഹം കരുതുകയാണ്. അങ്ങനെ അദ്ദേഹം ഇറങ്ങി വന്ന് ഈ ബൈബിള് തുറന്നു. ദൈവം ഈശോ എന്നുള്ള ചരിത്ര പുരുഷനെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്, പക്ഷേ ചരിത്രം അറിയത്തില്ല. അപ്പോൾ ഈശോയെക്കുറിച്ചൊന്ന് വായിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഫ്രണ്ട് വശവും വായിച്ചില്ല, ഏറ്റവും പുറകുവശവും എടുത്തില്ല. നടുഭാഗം അദ്ദേഹം തുറന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. സ്നേഹമുള്ളവരെ, ഈ ഒരൊറ്റ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈ ഒരു വചനം വീണ്ടും അദ്ദേഹത്തെ പുതിയൊരു ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുകയാണ്. ഈ മരണമെന്ന ആ വലിയ ഒരു യാഥാർത്ഥ്യത്തെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ട് ജീവിതത്തെ വീണ്ടും പുൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും ബൈബിളിൻ്റെ താളുകൾ മറിച്ച സമയത്ത് ഒരു വചനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉടക്കാനായിട്ട് ഇടയായിട്ട് മാറി. റോമ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക അസാധ്യമാണ്, എന്നാൽ ഒരു നല്ല വ്യക്തിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും മരിക്കാനായിട്ട് തയ്യാറാകാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു വെളിച്ചം കടന്നു വരികയാണ്. പാപിയായ എനിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചത് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരികയാണ്. വീണ്ടും അദ്ദേഹം ബൈബിളിലൂടെ വായിച്ച സമയത്ത് യോഹന്നാൻ 10:10 അദ്ദേഹത്തിന് വീണ്ടും ലഭിച്ചു. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്,
ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും ജീവിക്കാനായിട്ട് ഒരു ഉത്തേജനം ലഭിക്കുകയും അങ്ങനെ ഇന്ന് ലോകം അറിയപ്പെടുന്ന വലിയ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അദ്ദേഹം മാറുകയാണ്. ആനന്ദ് എസ് പിള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോർപ്പറേറ്റുകളുടെ, ഹോസ്പിറ്റലുകളുടെ, അതുമല്ലെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ മാനേജർമാർക്കും ഡയറക്ടർമാർക്കുമൊക്കെ മോട്ടിവേഷണൽ ക്ലാസ് കൊടുക്കുന്ന ഒരു വലിയ വ്യക്തിയായിട്ട് ദൈവം അദ്ദേഹത്തെ ഇന്ന് മാറ്റിയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതം മടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന സമയത്ത്, ഈശോയുടെ സ്നേഹം വചനത്തിലൂടെ അനുഭവിക്കാൻ പറ്റിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ജീവിതം മടുത്ത ഒരു വ്യക്തിയെക്കുറിച്ചും ഞാൻ അറിഞ്ഞത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി പ്രസാദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബാംഗ്ലൂർ സ്വദേശിയാണ്. ഇദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന വലിയ ഒരു മ്യൂസിഷ്യനാണ്, ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ദ മോസ്റ്റ് ട്രാവൽഡ് മ്യൂസിഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബെന്നി പ്രസാദ് എന്നുള്ള ഇന്ന് 45ഓളം വയസ്സ് പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ന് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും ബാല്യകാലത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ജനിച്ചു വീണത് ആസ്മ എന്നുള്ള രോഗത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഈ മരുന്നും കഴിച്ച് ഇതിനു വേണ്ടിയിട്ട് ചികിത്സയും നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ വളർത്തിയത്. 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് തകരാറ് സംഭവിക്കുകയും അങ്ങനെ നടുവിന് പ്രശ്നം വരികയും ചെയ്ത ജീവിതത്തിന് ഉടമയാണ്. 16ാമത്തെ വയസ്സിൽ ആസ്മയ്ക്ക് ചികിത്സിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല മരുന്നുകൾ കിട്ടാത്തതിൻ്റെ ഫലമായിട്ട്, അതുമല്ലെങ്കിൽ മരുന്ന് ഡോസേജ് കൂട്ടി കഴിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഈ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കരളിൻ്റെ 60% ചലനരഹിതമായിട്ട് മാറുകയാണ്. അങ്ങനെ ജീവിതത്തിൽ വലിയ ഒരു തകർച്ചയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു എയ്റോസ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മകനും തന്നെ പോലെ വലിയൊരു സയൻറ്റിസ്റ്റായിട്ട് വളരണമെന്ന്. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹം പിതാവ് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ച സമയത്താണ് ഈ മകൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായിട്ട് ഈ മകൻ മാറുകയാണ്. പിതാവ് അദ്ദേഹത്തെ നോക്കിയിട്ട് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ കൊണ്ടുപോയ സമയത്ത് ഇദ്ദേഹം പഠിക്കത്തില്ല എന്ന് സഹപാഠികൾ പറഞ്ഞു. സമൂഹവും അദ്ദേഹത്തെ മാറ്റി നിർത്തി. കുടുംബവും സമൂഹവും മറ്റു സാഹചര്യങ്ങളുമൊക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ്. ആർക്കും വേണ്ടാത്ത ഈ ലോകത്തിൽ, ആർക്കും എന്നെ വേണ്ടാത്ത ഈ ലോകത്തിൽ, ഒരു കഴിവുകളും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട എനിക്ക് ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. അങ്ങനെ മരിക്കാനായിട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോ എന്നുള്ള വ്യക്തിയുടെ രൂപം ഉള്ളിലേക്ക് വരികയും തൻ്റെ കാതുകളിൽ ഈശോ എന്തോ ഒന്ന് മന്ത്രിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തത്. അദ്ദേഹം ആ വാക്കുകൾക്ക് കാതുകൊടുത്തു. ഇപ്രകാരമായിരുന്നു ആ വാക്കുകൾ: നിന്നെ ഈ ലോകത്തിൽ ആർക്കും വേണ്ട എങ്കിൽ, ഒരു കഴിവും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ തടഞ്ഞുവെങ്കിൽ, മോനെ നിന്നെ എനിക്ക് വേണമെന്നുള്ള ഒരു വചനം അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് കേൾക്കുകയാണ്. അദ്ദേഹം തിരിഞ്ഞ് ഈശോയുടെ സുവിശേഷം വായിക്കാനായിട്ട് ഇടയായിട്ട് മാറുകയാണ്. അങ്ങനെ സുവിശേഷം വായിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ടും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ടും ആഗ്രഹമുണ്ടാവുകയാണ്. ഒരു കാര്യം മാത്രം ഈശോയോട് അദ്ദേഹം പറയുന്നുണ്ട്: ഞാനൊരു സംഗീതജ്ഞൻ എന്ന നിലയിൽ എനിക്ക് ലോകത്തിലെ ഒരു രാജ്യത്തെങ്കിലും പോയി നിന്നെക്കുറിച്ച് പറയാനായിട്ടും എൻ്റെ സംഗീതം ആലപിക്കാനായിട്ടും എനിക്കൊരു അവസരം ഒരുക്കണം. അപ്രകാരം അദ്ദേഹം ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ദൈവം പറയുകയാണ്: നിന്നെ ഒരു രാജ്യത്തല്ല, നീ ലോകം മുഴുവൻ കടന്നു ചെല്ലണം. നീ ലോകം മുഴുവൻ കടന്നു ചെന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ഈശോയുടെ സാക്ഷ്യപ്പെടുത്തലുകൾ നൽകുകയും സംഗീതം ആലപിക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹത്തിന് വീണ്ടും വരികയാണ്.
അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന സമയപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരു കഴിവുമില്ലാത്തവനാ, ഒരു കഴിവുമില്ലാത്ത ഞാൻ എങ്ങനെയാ എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു വചനം കൂടി കടന്നു വന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു വചനം ലഭിച്ച സമയത്ത് 2004 അദ്ദേഹം ലോകയാത്ര തുടങ്ങിയതാണ്. 2010 6 വർഷവും 6 മാസവും 22 ദിവസവും കൊണ്ട് ലോകത്തിലുള്ള 245 രാജ്യങ്ങളും അന്റാർട്ടിക്ക ഉൾപ്പെടെ 245 രാജ്യങ്ങളിൽ അദ്ദേഹം കടന്നു ചെല്ലുകയും ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും സംഗീതം ആലപിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് ചെല്ലുകയും ഉത്തര കൊറിയയിൽ 186 വേൾഡിലെ ലോകത്തിലെ നല്ല സംഗീതജ്ഞരെ 186 സംഗീതജ്ഞർ അവിടെ വന്നു. അതിൽ 12 പേരിൽ ഒരുവനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണ്. എല്ലാവരാലും ഉപേക്ഷിച്ച വ്യക്തി, എല്ലാവരാലും വെറുക്കപ്പെട്ട വ്യക്തി, സമൂഹം മാറ്റി നിർത്തിയ വ്യക്തി, ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഇടയായ സമയത്ത് അദ്ദേഹം വലിയ ലോകമറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലെത്തി. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.